ഹായ് എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഞാൻ എങ്ങനെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന സ്വഭാവങ്ങളുള്ള പെൺകുട്ടിയെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നുള്ളതാണ്. അതായത് കഴിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഒത്തിരി ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കട്ടോ, ഒന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ എങ്കിലും കൂടുതലും നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ വിവാഹം കഴിക്കാതിരിക്കാം. മീൻസ് ഇങ്ങനെ ഞാൻ ഈ പറയുന്ന സ്വഭാവമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാതിരിക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലൈഫായിട്ട് അവർ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേഴ്സണെ അതായത് അവരെപ്പോഴും കൂടെ നിർത്തണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതേപോലെ നിങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ സ്വഭാവമുള്ള പെൺകുട്ടികളെയാണ് നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത്. ഇതില് ഒന്നാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ ഒരുപാട് പുരുഷ സുഹൃത്തുക്കളുള്ള പെൺകുട്ടികൾ എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള ചീത്തവിളി കമന്റ് ബോക്സിൽ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായ രീതിയിലൊന്ന് എടുക്കാൻ ശ്രമിക്കാം. ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലും പുരുഷ സുഹൃത്തുക്കൾ ഉണ്ട്. അതൊരു തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകളും സുഹൃത്തുക്കളായിട്ട് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരുപാട് പേരുണ്ടാവുമ്പോൾ എന്താണ് ഒരു പ്രശ്നം, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഓഫ്കോഴ്സ് ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്യും. അത് സ്ത്രീകളുടെ പൊതു സ്വഭാവമാണ് ആരോടെങ്കിലും കാര്യം പറയുക എന്നുള്ളത്. അപ്പൊ അവരങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും പുരുഷന്മാരാണ് സുഹൃത്തുക്കളായിട്ടുള്ളത്. അപ്പൊ അതിൽ ആരോടെങ്കിലും ആയിരിക്കും പറയുണ്ടാവുക. അപ്പൊ അത് അവർ ചിലപ്പോൾ മറ്റാരോടെങ്കിലും പറയും. അപ്പൊ ഇതൊക്കെ പുരുഷന്മാരാകുമ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു അവസരം നോക്കി നിങ്ങൾക്കിടയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരാൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആക്കണം എന്ന് കരുതിയിട്ടായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവുക. അവിടെ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പോലും ആൾ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. അത്രയും മോശമായിട്ടുള്ള ഒരാളായിരിക്കും പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടാവരുത്, അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ തകരാറുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇത്രയും പേരൊക്കെ ഉണ്ട്, ഇത്രയും പേർക്ക് അവർ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അത് ഓക്കെ ആവണമെന്നില്ല. സോ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ, കൂടുതൽ ഈ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് പ്രണയ ജീവിതം അല്ലെങ്കിൽ ഒരുപാട് പേരെ പ്രണയിച്ചിട്ടുണ്ട്, മുൻബന്ധങ്ങളുള്ള ആളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ നോർമലി നമ്മളിപ്പോ വിവാഹം കഴിക്കുന്നത് 25 വയസ്സാണെന്ന് വിചാരിക്കുക പെൺകുട്ടിക്ക്. അപ്പം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു 12-13 വയസ്സോ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അത്രയെങ്കിലും പ്രായമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലര് അത് കഴിഞ്ഞിട്ടുണ്ടോ ഒരു 18-19 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും കുറെ പേര് പ്രണയിക്കുണ്ടാവുക. അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രണയം എന്താണെന്നൊക്കെ മനസ്സിലാവുക. അപ്പൊ ആ ഒരു ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് മുൻബന്ധങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ 25 വയസ്സാകുമ്പോഴത്തേക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഓവറല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കുക. അത് ഒന്നിൽ നിൽക്കാതെ മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും ഉറച്ചു നിൽക്കില്ല എന്നുള്ളത്. മാരേജ് കഴിഞ്ഞാലും നിങ്ങളിൽ മീൻസ് ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഉറച്ചു നിൽക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മുൻബന്ധങ്ങളുള്ള ഒരാളെ, ഒരു പെൺകുട്ടിയെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായിരിക്കും നിങ്ങളുടെ ലൈഫിന് കുറച്ചുകൂടി നല്ലത്. ഇനി മൂന്നാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ, അറ്റൻഷൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഇവരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവും. ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഞാൻ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഉള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടാവുക. ഡ്രസ്സ് ചെയ്യും, മേക്കപ്പ് ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ 4 ആൾ കൂടുന്ന സ്ഥലമല്ലേ, കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ പോയാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്നുള്ളത് നമ്മൾ വിചാരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു ചിന്ത കുറച്ച് ഓവറായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്ര നല്ലതാവില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരുണ്ടാവുമല്ലോ. എപ്പോഴും ആ ചിന്ത മാത്രം, എന്നെ മാത്രം എല്ലാവരും നോക്കണം, എവിടെ പോയി കഴിഞ്ഞാലും എന്നെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം, അപ്പൊ അത് ആ രീതിയിൽ നടക്കണം. മീൻസ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എപ്പോഴും മേക്കപ്പ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. അതായത് എപ്പോഴും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത കൊണ്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതായത് അവരെപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള കോസ്റ്റ്ലി ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടുന്നുണ്ടാവുക. അതേപോലെ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഇങ്ങനെ തന്നെ ആവണമെന്നല്ല. അപ്പൊ പിന്നെ നമ്മുടെ കുടുംബം മുടിയും. അതായത് വേറെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിരിക്കും അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോൾ
ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ ഫാമിലിക്ക് ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അത് അടുത്തൊരു പ്രശ്നമായിട്ട് ഫാമിലിയിൽ വരികയാണ്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പർച്ചേസിങ് മാത്രമേ ഉള്ളൂ, എപ്പോഴും ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുക, ഒരു ദിവസം ഇട്ട ഡ്രസ്സ് പിന്നെ ഇടുകയില്ല, ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എങ്ങനെയൊക്കെ വരും എന്നുള്ളത്. അത് മാത്രമല്ല, അറ്റൻഷന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിനെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പം അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ആയിരിക്കും. അതൊന്നും നല്ലതല്ല. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ വേണ്ടി നോക്കുക. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഭ്രാന്തുള്ളവരുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത് എന്നുള്ളത് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ എനിക്കത് പറയാൻ പറ്റില്ല. എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മീൻസ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നത് കുഴപ്പമാണെന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷേ അത് ആ ഒരു ഇഷ്ടം കൂടി കൂടി പ്രാന്തായി മാറില്ലേ, അതൊരിക്കലും നല്ലതല്ല. ഇപ്പോൾ റീൽസ് ചെയ്യുന്നവർ നമ്മൾ കാണാറുണ്ട്, റീൽസും വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. എല്ലാവരുടെയും കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ബെറ്ററാണ്. പക്ഷേ അതിൽ നമുക്ക് കൂടുതലായിട്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ലതല്ല. എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഒരു ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. ജീവിതം എന്താണെന്നുള്ളത് അറിയില്ല. ഇവരാകെ അവർ കാണുന്നതെന്ന് പറയുന്നത് ഈ ഫോണിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുമായിട്ട് മാത്രമേ ഒരു ബന്ധമുള്ളൂ. അല്ലെ, ഈ ലോകവിവരം എന്ന് പറയുന്നത് അതിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരാളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ആള് സംസാരിക്കാൻ അടുത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ ആൾ നോക്കുന്നുണ്ടാവും ഫോണായിരിക്കും. അത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുക ചെയ്യാം. അതുകൊണ്ട് ഓവറായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ എന്നൊരു ഭ്രാന്തുള്ള ആളെ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യുന്ന ഒരാൾ. നമുക്കൊരിക്കലും കമ്പയർ ചെയ്യുന്ന ഇഷ്ടമല്ല. നമ്മളെ വെച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ വേറെ ആരെങ്കിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് വലിയ രീതിയിൽ അങ്ങോട്ട് ദഹിക്കാറില്ല എന്നുള്ളതാണ്. നമുക്ക് ദേഷ്യം വരും. അപ്പൊ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലോ അവനെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കുക, അത് എന്തൊരു നല്ല ഭർത്താവാണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയണ്ടാവുക. അവളുടെ ഭർത്താവ് അത് വാങ്ങിക്കൊടുത്തു ഇത് വാങ്ങിക്കൊടുത്തു, ചിലപ്പോൾ നുണയൊക്കെ ആയിരിക്കും പറയണ്ടാവുക. പക്ഷെ എന്നാലും ഇങ്ങനെ പറയും. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അങ്ങനെ താരതമ്യം ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് അങ്ങനെ താരതമ്യം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കല്യാണം കഴിഞ്ഞ കാര്യമല്ല കേട്ടോ പറയണത്. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, കല്യാണമൊക്കെ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ താരതമ്യം തുടങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഇനി അങ്ങോട്ട് എത്ര കാലം ജീവിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഫുൾ ഉണ്ടാവുക ഈ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് മടുക്കും. കുറച്ചൊന്ന് കേൾക്കും, നമുക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ കമ്പയർ ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പാവും. അപ്പൊ പിന്നെ ലൈഫ് ലോങ് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഒക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്യുന്ന ഒരാളെയും നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക. അതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരില്ല. അപ്പൊ ഇത്രയും സ്വഭാവങ്ങൾ ഉള്ള, നല്ല സ്വഭാവങ്ങൾ ഞാൻ പറയില്ല, ഇതൊക്കെ മോശമായുള്ള സ്വഭാവങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്രയും സ്വഭാവങ്ങളുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായ കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഇതിൽ ഏതായാലും കുഴപ്പമാണ്. ഏതെങ്കിലും ഒരെണ്ണം കൂടിയാലും കുഴപ്പമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അവിടെയും നമുക്കൊരു, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ല, ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യും, ഡിസ്റ്റൻസ് നന്നായിട്ട് വരും. സോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നേരെ നടക്കില്ല. അപ്പൊ പിന്നെ അവിടെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങും, പരസ്പരം ഇഷ്ടമില്ലാണ്ടാവും. അത് ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കാൻ കാരണമാവുകയാണ് ചെയ്യുക. അങ്ങനെ ഓരോരോ കാരണങ്ങൾ, എല്ലാത്തിലും നമ്മൾ പ്രശ്നങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൽ ഏത് സ്വഭാവമാണെങ്കിലും അങ്ങനെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്